നമസ്കാരം. കേരളം മുങ്ങിപ്പോയേക്കുമോ? കാലാവസ്ഥയ്ക്ക് കാലം തെറ്റുന്നു. താളം തെറ്റുന്ന മഴയും കൊടും വേനലും നമ്മെ ഉത്കണ്ഠാകുലരാക്കുന്നു. പെരുമഴ ദുരിതമഴയായി പെയ്തിറങ്ങുകയാണ് നമ്മുടെ നാട്ടിൽ കുറേ കാലമായി. കലിതുള്ളിയെത്തുന്ന കാലവർഷം കൂടുതൽ ദുരിതത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ടേക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. ഇടവപ്പാതി കർക്കിടകവും ചിങ്ങവും കടന്ന് പെരുമഴക്കാലമാകുമത്രേ. ഓഗസ്റ്റ് തുടങ്ങിയിട്ടേയുള്ളൂ. മഴ മാറി മാനം തെളിയേണ്ട കാലം. പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തി ലാനിനോ വരുന്നുണ്ട്. മൺസൂണിന് നിമിത്തമാകുന്ന കാലാവസ്ഥാ പ്രതിഭാസം കൂടുതൽ ശക്തിയാർജിച്ചേക്കുമെന്ന് ശാസ്ത്രജ്ഞൻ മുന്നറിയിപ്പ് തരുന്നു. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ച് ലാനിനോ എത്തും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ലാനിനോ പ്രതിഭാസം ശക്തി പ്രാപിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പ്രതിഭാസം കാരണം ഇന്ത്യയിൽ ഇത്തവണ മൺസൂൺ മുൻ വർഷങ്ങളെക്കാൾ ശക്തിപ്പെടുമെന്നും കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളിൽ സാധാരണയിലും കൂടുതൽ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഇത്തരം വാർത്തകൾ തെല്ലൊരാശങ്കയോടെയാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്. കാരണം വയനാട് നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നു. കേരളം പേടിക്കണോ? ലാനിനോ വന്നാൽ വീണ്ടും പ്രളയം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പ്രസക്തമാണ്. 2018-ലെയും 2019-ലെയും പ്രളയം ഈ സമയത്ത് പെയ്ത അതിശക്തമായ മഴയായിരുന്നു. പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത മലയോര മേഖലകളിൽ പുലർത്തേണ്ടി വരും. തീരദേശ മേഖലകളിൽ കടൽക്ഷോഭവും രൂക്ഷമാകും. വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിന് കാരണമായത് അതിതീവ്ര മഴയായിരുന്നു. ഈ വർഷം പകുതി കഴിഞ്ഞതോടെ തന്നെ ആഗോളതലത്തിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന എൽനിനോ പ്രതിഭാസം ദുർബലമായിരുന്നു. അതേസമയം ലാനിന രൂപപ്പെടാനുള്ള സാധ്യതയും വർദ്ധിച്ചു. ഈ മാസം അവസാനത്തോടെ ലാനിന പ്രതിഭാസത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെന്നും മഴ കൂടുതൽ ലഭിക്കുമെന്നുമാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ പ്രതിഭാസം മൂലം രാജ്യത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പതിവിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇനി ലാനിനയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ എൽനിനോയുടെ വിപരീത പ്രതിഭാസമാണിത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ശാന്തസമുദ്രത്തിലെ ജലത്തിന്റെ താപനില ക്രമാതീതമായി താഴുന്നതാണ് ഈ പ്രതിഭാസം. ആഗോള കാലാവസ്ഥയിലും കടൽ ജലത്തിന്റെ താപനിലയിലും എൽനിനോ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് വിപരീതമായാണ് ലാനിനോയുടെ പ്രവർത്തനം. എൽനിനോ 2024-ന്റെ ആദ്യ പകുതി വരെ തുടരുകയാണെങ്കിൽ 2024 ചൂടേറിയ വർഷമാകുമെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ ഏജൻസികളുടെ പ്രവചനമുണ്ടായിരുന്നു. ഉയർന്ന താപനിലയുടെ കാര്യത്തിൽ പ്രവചനം ഏറെക്കുറെ പൂർണ്ണമായും ശരിയാവുകയും ചെയ്തു. ഇത്തവണത്തെ വേനൽ തീവ്രമായിരുന്നു. കഴിഞ്ഞ മൺസൂണിൽ മഴ കുറയുകയും ചെയ്തു. എന്നാൽ ഇത്തവണ മൺസൂൺ സാധാരണമായിരിക്കുമെന്നാണ് നേരത്തെയുള്ള വിലയിരുത്തൽ. അതിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് ലാനിനോയുടെ വരവ്. വളരെ അനുഗ്രഹീതമായ ഒരു കാലാവസ്ഥയുണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു കേരളം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിന്റെ കാലാവസ്ഥ ആകെ തകിടം മറിഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.